അതായത് RSSന്റെ പ്രിൻസിപ്പിളിൽ ഉം. ഹിന്ദു രാഷ്ട്രം എന്ന് പറയുന്നത് ഓൾറെഡി ആണ്, അത് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടതില്ല എന്നാണ്. RSSന്റെ നേതാക്കന്മാരോട് ചോദിച്ചാൽ മതി. ഇറ്റ് ഈസ് ഓൾറെഡി എ ഹിന്ദു രാഷ്ട്രം. പക്ഷെ അങ്ങനെയല്ലല്ലോ. അല്ലല്ല, അങ്ങനെയല്ല. നമ്മുടേത് മതേതരത്വ ജനാധിപത്യ രാജ്യമല്ലേ. അല്ല, ഒരിക്കലും അങ്ങനെയല്ല. നമ്മുടെ ആ ഹിന്ദു എന്ന് പറയുന്നത് ഇവിടുത്തെ കൾച്ചറാണ്. ഉം. ഈ ഹിന്ദുയിസം എന്ന് പറയുന്നത് ഒരേ സമയം മതവുമാണ് സംസ്കാരവുമാണ്. പക്ഷെ അതുള്ള പലതുമായുള്ള yes, yes. വ്യത്യാസം. പക്ഷെ അത് ഞാൻ പറയാം, അതിൽ പറയാം. മതവുമാണ് സംസ്കാരവുമാണ്. ഉം. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും, ഈ ഹിന്ദു എന്ന് പറയുന്ന ഒരു ലാർജർ അംബ്രല്ലയുടെ ഉള്ളിലേക്ക് ഉം. സിഖ് വരാറുണ്ട്, ജൈൻ വരാറുണ്ട്, ഉം. ബുദ്ധിസ്റ്റ് വരാറുണ്ട്. പാഴ്സി ഇതുമായി ഒരു- പാഴ്സി ഇതിലില്ല. ഉം. ഇതുമായി ബന്ധപ്പെട്ട നിയമങ്ങളെല്ലാം വരുന്ന സമയത്ത് ബൈ ഹിന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമപരമായിട്ട് പോലും മറ്റുള്ള മതങ്ങളെ കൂടി ചേർക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അതിന്റെ പ്രത്യേകത അത് ഈ ലാൻഡിൽ ഉണ്ടായ സംഭവങ്ങളാണ്. ക്രിസ്ത്യൻ പുറത്തുനിന്ന് വന്നതാണ്, ഇസ്ലാം പുറത്തുനിന്ന് വന്നതാണ്. അപ്പൊ ഇതുപോലെ അല്ല എന്നുള്ളൊരു സംഭവമുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ട്രഡീഷണലായിട്ട് ഒരു തരത്തിലുള്ള മതവാദവും ഇല്ലാത്ത ആൾക്കാരല്ലേ നമ്മുടെ ആദ്യകാലത്തുള്ള ജവഹർലാൽ നെഹ്റു മുതൽ ഇങ്ങോട്ടുള്ള ഭരണം വന്നിരിക്കുന്നത്, കേന്ദ്ര സർക്കാരിന്റെ. അതെ അതെ. നമ്മുടെ മിലിറ്ററിയുടെ റെജിമെന്റിന്റെ ഉൾപ്പെടെയുള്ള സ്ലോഗനുകളായാലും വാർക്രൈ ആണെങ്കിലും ഒക്കെ തന്നെ ഇന്നോ ഇന്നലെയോ അല്ല, ഇപ്പൊ രാജാ രാമചന്ദ്ര കി ജയ് എന്ന് പറഞ്ഞിട്ടുള്ള മുദ്രാവാക്യമുള്ള നമ്മുടെ റെജിമെന്റുകളുണ്ട്.